ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട വയനാടിലെ ദുരവസ്ഥയെക്കുറിച്ചാണ്. വയനാടിൻ്റെ ഉരുളുപൊട്ടൽ നമ്മൾ ഏവരെയും വേദനിപ്പിക്കും. ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ പറ്റിയുള്ള വീഡിയോയാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അതിനായി നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായം തേടാം. ഈ ഉരുളുപൊട്ടൽ മുണ്ടക്കൈയിലും ചൂരമലയിലുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിലേക്കൊന്ന് നോക്കാം. ഈ മലവെള്ളത്തിൻ്റെ ഉത്ഭവസ്ഥാനം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആ മല കാണുമ്പോൾ ആ മലയിൽ നിന്ന് ഒഴുകുന്ന ആ വെള്ളം, ഇപ്പോൾ ആ കാണുന്ന സിറ്റികളൊക്കെ ഒന്ന് നോക്കിയേ. ആ സിറ്റികൾ നല്ല മനോഹരമായിരുന്നു. നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം എത്ര മനോഹരമായ സ്ഥലമായിരുന്നു അത്. ആ ഒരു മലയിൽ നിന്ന് വന്ന ആ മഴയുടെ ആഘാതം നിമിത്തം ഉരുളുപൊട്ടി മുണ്ടക്കൈയും ചൂരൽ മലയും ആ ഉരുളുപൊട്ടൽ ആ പ്രദേശത്തെ മൊത്തം തുടച്ചു നീക്കപ്പെട്ടു. അനേകായിരം ആളുകൾ മരിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ആശങ്ക. അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവിടുത്തെ പണ്ട് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ അത്രയും വലുപ്പമുള്ള പാറകളുണ്ട്. ഇനി ഒരു ഉരുളുപൊട്ടൽ വന്നാൽ ആ പാറയും കൊണ്ട് എല്ലാവരുടെയും ജീവനെടുക്കും എന്ന് നേരത്തെ പറയാറുണ്ടായിരുന്നു. ഒരു പച്ചപ്പായ സുന്ദരമായ പ്രദേശമായിരുന്നു ആ സ്ഥലങ്ങൾ. അവിടെ ഒരു മനോഹരമായ സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂള് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ സ്കൂളിൻ്റെ മുറ്റത്തിപ്പോൾ മനോഹരമായ ഗ്രൗണ്ട് ഉള്ള ഒരു സ്കൂളായിരുന്നു. ആ സ്കൂളിൻ്റെ ഇപ്പോൾ മുറ്റം നോക്കുമ്പോൾ ഒരു പുഴയാണ്. സ്കൂളിൻ്റെ പകുതി ഭാഗവും തകർത്തിരിക്കുന്നു. അനേകായിരങ്ങളുടെ വീടുകളും സമ്പത്തും കുട്ടികളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ ചിലവരുടെ ശരീരഭാഗങ്ങൾ പോലും ഇല്ല. അപ്പോൾ ഈ വെള്ളം ഒഴുകി ഈ സ്കൂളിൻ്റെ മുറ്റത്തോടെ പോകുന്ന നമ്മൾ പറഞ്ഞല്ലോ. ഈ സ്കൂളിൻ്റെ മുറ്റത്തോടെ പോയിട്ട് അവിടെ ഒരു പാലമുണ്ട്. ഈ ചൂരൽ മലയും മുണ്ടക്കൈയും കൂടെ ബന്ധിപ്പിക്കുന്ന പാലം. ആ പാലം തകർന്നു പോയി. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അവിടെ കിടന്നിട്ടുള്ള സൂചനകൾ നമ്മൾ വാർത്തകളിലൂടെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. മരിച്ചവരിലധികവും കുട്ടികളാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആഘാതം എന്തോരമാണെന്ന് നമ്മൾ പറയാം. ആ സ്കൂളിൻ്റെ മുറ്റത്തോടെ ഒഴുകിയ ആ വെള്ളം കുത്തുപാറയിലേക്ക് ആ വെള്ളം ചാടി പിന്നെ ഒഴുകി പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അവിടെ നിന്നാണ് അധികവും മൃതദേഹ ശരീരങ്ങൾ കിട്ടിയത്. അപ്പോൾ ഈ മുണ്ടക്കായി മലയിൽ നിന്ന് തുടങ്ങി പോത്തുകല്ല് വരണമെങ്കിൽ എത്ര ഭീകരമായ ഉരുളുപൊട്ടലാണ്, ആഘാതമാണ് ഇവിടെ ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇങ്ങനെ പൊട്ടാൻ കാരണം ഗവേഷകർ പറയുന്നത് അവിടുത്തെ ലൂസായ മണ്ണോ അല്ലെങ്കിൽ അവിടെ അധികമായി മഴ പെയ്ത് ഉരുളുപൊട്ടിയതാണെന്നൊക്കെയാണ് അവിടുത്തെ ഗവേഷകരും കാലാവസ്ഥ റിപ്പോർട്ടുകളും പറയുന്നത്. ഈ സ്ഥലം, ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം മലഞ്ചെരുവിലെ ഇടയ്ക്കൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഭീതികരമൊക്കെ ആയി തോന്നും. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കൂടെ നോക്കുമ്പോൾ അവിടെ വീടുകളെല്ലാം കാണാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വീടുകളെല്ലാം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു മരുഭൂമി പോലെയായിരുന്നു പച്ചപ്പായിരുന്ന സ്ഥലങ്ങൾ മൊത്തം. അങ്ങനെയോ ഓരോരുത്തരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തച്ചുടച്ച് ആ മഹാദുരന്തം അങ്ങ് കടന്നുപോയി.